ഞാൻ യൂണിവേഴ്സിറ്റി വിമൻസ് ഹോസ്റ്റലിൽ റെസിഡന്റ് ട്യൂട്ടർ ആയിരുന്ന കാലത്ത് അവിടെ കുട്ടികളുടെ പാചകവും പാചകത്തിന് മാത്രമായിട്ട് അടുക്കളയിൽ 21 പാചകക്കാരികളുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം സംശയം തോന്നി പിടിച്ചപ്പോഴാണ് ഓരോ പാചകക്കാരിയും 3 പാചകക്കാരികൾ വെച്ച് ഒരു ദിവസം ഓഫായിരിക്കും. 21 പേരുണ്ട്, 7 ദിവസം. അപ്പൊ 7 3 21. അങ്ങനെ 3 പാചകക്കാരികൾ ഒരു ദിവസം ഓഫായിട്ട് അവർ വിശ്രമത്തിന് വീട്ടിൽ പോകുന്നു. അങ്ങനെ പോകുന്ന പാചകക്കാരി അവൾക്ക് ഒരാഴ്ച കഴിക്കാനുള്ള എണ്ണ പോലെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് അത് അടിവസ്ത്രത്തിൽ വരെ കയറ്റി വെച്ചും ഒക്കെ എണ്ണക്കുപ്പിയൊക്കെ അരഞ്ഞാണത്തിൽ തൂക്കിയിട്ട് എണ്ണക്കുപ്പി കൊണ്ടുപോകുന്നതൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ആ ഹോസ്റ്റലിൽ. അപ്പൊ അങ്ങനെ മോഷണം നടത്താൻ പ്രാപ്തരായ ആയമാരാണോ ഇവരും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന പോഷകാഹാരം, ആ പോഷകാഹാരം ഈ കുഞ്ഞുങ്ങളാണോ കഴിക്കുന്നത് അതോ ഈ ആയമാരുടെ വീട്ടിലുള്ളവരാണോ കഴിക്കുന്നത് എന്ന് പോലും അപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. ആയമാര് പകല് ഡ്യൂട്ടിയുള്ള ആയ രാത്രിയിൽ വീട്ടിൽ പോകുന്നു, രാത്രി ഡ്യൂട്ടിയുള്ള അതായത് പകലും രാത്രിയും ഷിഫ്റ്റ് മാറി മാറി വരുന്നുണ്ടാകും. അതിലേക്ക് ഇവരെ പ്രേരിപ്പിക്കാനുള്ള ഒരു ഘടകവും കൂടിയുണ്ട് എന്ന് ഓർക്കണം. ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം അത് ഞാൻ നോക്കിയപ്പോൾ ഈ ആയമാർക്ക് കൊടുക്കുന്ന ശമ്പളം വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പകല് 12 മണിക്കൂർ ജോലി എടുക്കുന്ന ഒരായക്ക് കൊടുക്കുന്നത് 625 രൂപ ശമ്പളമാണ്. 12 മണിക്കൂർ ജോലി എടുത്തിട്ടാണെന്ന് ഓർക്കണം. ഓർമ്മിക്കുക, ഇപ്പൊ നമ്മുടെ വീട്ടു ജോലിക്ക് ഒരു ജോലിക്കാരിയെ വിളിച്ചാല് 3 4 മണിക്കൂർ തട്ടിയും മുട്ടിയും കഴിഞ്ഞിട്ട് കടന്നു പോകുമ്പോൾ 500 600 700 രൂപയൊക്കെ നമ്മൾ കൂലി കൊടുക്കണം. അങ്ങനെയുള്ള സ്ഥാനത്താണ് ഈ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ട ആയ 12 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്തിട്ട് അവരെന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരുടെ വീട്ടിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവരിവിടെ എൻഗേജ്ഡ് ആണ്. അങ്ങനെയുള്ളവർക്ക് ഈ 625 രൂപ പകലും 675 രൂപ രാത്രിയിലും എന്ന് പറയുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. അവർക്ക് 1000 രൂപയിൽ കുറയാത്ത കൂലി പകലും രാത്രിയിൽ അതിനേക്കാൾ കൂടുതൽ കൂലിയും കൊടുക്കണം. നോക്കൂ, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 30-35 ലക്ഷത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുകയാണ്. അവര് വന്ന് ജോലി ചെയ്തില്ല. അതായത് കേരളത്തിലെ ജോലിക്കാരുടെ മടി മുഴുവനും അലസത മുഴുവനും ഈ പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികളും പഠിച്ചിരിക്കുകയാണ്. അവർ വന്ന് ചെയ്തു പോകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന 1000-1200 രൂപ കൂലിയാണെന്ന് ഓർക്കണം. പകല് ഏതാനും മണിക്കൂർ ജോലി ചെയ്തിട്ട് പോകുമ്പോൾ 1200 നിൽക്കില്ല. ഈ കേരളത്തിൽ മലയാളികളാണ് പണിക്ക് വരുന്നതെങ്കിൽ അവർക്ക് 8 മണിക്ക് വന്ന് 2 മണിക്ക് ഉടുത്തൊരുങ്ങി തിരിച്ചു പോകുമ്പോഴേക്ക് 1400 രൂപ കൂലി കൊടുക്കണം. അത് പുരുഷന്മാർക്ക് അങ്ങനെ കൂലി കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ആയമാർക്ക് ഇങ്ങനെ കൂലി കൊടുക്കുന്നത്? ഇവിടെയും ജെൻഡർ ഡിഫറൻസ് ആണോ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. ഇങ്ങനെ കൂലി കൊടുക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സ് അലോസരപ്പെടുന്നു. എന്തുകൊണ്ട് അലോസരപ്പെടുന്നു? അവരുടെ വീട്ടിലെ ഒരു കാര്യവും അവർക്ക് നോക്കാൻ പറ്റില്ല. പകല് അവരിവിടെയാണ്. ഇനി രാത്രിയിലാണെങ്കിലോ അവരുടെ വീട്ടിലെ സ്വസ്ഥതയോ കുടുംബത്തിന്റെ കാര്യങ്ങളോ നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിനുവേണ്ടി 675 രൂപയെ കൂലിയുള്ളൂ എന്ന് ഓർക്കണം. അതിന് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള കൂലി, അതായത് പുറത്ത് പകല് ജോലിക്ക് പോയി ഏതാനും മണിക്കൂർ ചെയ്യുന്ന പുരുഷന്മാർക്ക് 1400 രൂപ വരെ കൂലി കൊടുക്കുമ്പോഴാണ് ഈ സ്ത്രീകൾക്ക് 675 രൂപ. എന്തുകൊണ്ടാണ് ഈ വനിതാ കമ്മീഷൻ ഒന്നും ഇത് ശ്രദ്ധിക്കാത്തത് എന്ന് ഞാൻ അത്ഭുതം കൂറിപ്പോവുകയാണ്. അപ്പൊ ഈ കൂലി തീർച്ചയായിട്ടും തെറ്റാണ്. ഈ കൂലി പോരാ. ഇത് വളരെ ജെൻഡർ അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയാണ് ഇത്ര ചെറിയ കൂലി. എന്ത് കൊടുത്താലും ഇവിടെ ആൾക്കാരെ കിട്ടുമെന്നുള്ള ധാരണ കൊണ്ടായിരിക്കും. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ സ്ത്രീകൾ ചെയ്തതോ കൂലി ഒന്നുമില്ലാതെയാണ് ഒരു ശിശുവിനെ പരിരക്ഷിക്കുന്നത് എങ്കിൽ പോലും ഒരു കാരണവശാലും ഒരു അമ്മയായ സ്ത്രീയിൽ നിന്ന് അഥവാ മാതൃത്വത്തിന്റെ പ്രായത്തിലെത്തിയ ഒരു സ്ത്രീയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്നതല്ല ഇത്ര ക്രൂരമായ കൃത്യങ്ങള്. അപ്പൊ ഇവർക്ക് ശമ്പളം കൊടുത്തത് കുറഞ്ഞു പോയി എന്നുള്ളത് ഞാൻ സൈഡ് പറഞ്ഞതാണ്. ഇവരെ ഈ ജോലി ഈ ഏറ്റെടുത്തിരിക്കുന്ന ജോലി, ആ ജോലിയോട് അവർ ആത്മാർത്ഥത പുലർത്തിയില്ല. അവർക്കൊരു മാതൃഹൃദയമില്ല. അതായത് പോറ്റമ്മയാണെങ്കിൽ പോലും ഒരമ്മയുടെ ഹൃദയം അവർക്ക് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ നോക്കി വളർത്താൻ അവർക്ക് പറ്റുകയുള്ളൂ. അപ്പൊ ഈശ്വരൻ തന്നെയാണ് ഞങ്ങളുടെ കൈകളിലേക്ക് ഈ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ചിന്താധാരയോടുകൂടി അവരെ പരിചരിക്കുകയും അവർക്ക് ആഹാരം കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും അവരെ പരിലാളിക്കുകയും അവരെ കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്വഭാവം, അതാണ് ഈ ആയമാർക്ക് വേണ്ടത്. അങ്ങനെ എത്ര ആയമാർക്ക് കാണും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ആയമാർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതിനൊക്കെ ഇത്തരം ആയമാർ ഈ കുഞ്ഞിനെ
ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നുള്ളി നോവിച്ചു എന്ന് പറയുന്ന ആ സ്ത്രീയെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? കുട്ടിക്കാലത്ത് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഗുരുനാഥൻ ഒരു കരുണാകരൻ മാഷ് ഉണ്ടായിരുന്നു. കരുണാകരൻ മാഷ് കൊടുത്തിരുന്ന ശിക്ഷ ഞാൻ ഓർക്കുകയാണ്. കൈ നഖത്തില് അഴുക്കുമായി വരുന്നവരെ സാർ എല്ലാവരോടും പറയാറില്ല, പക്ഷെ അവർ കുട്ടികൾ സാധാരണ രീതിയിൽ കൈനഖം മുറിച്ചു കളയില്ല. അത് മാത്രമല്ല, നഖത്തിനിടയ്ക്ക് എല്ലാം അഴുക്കിരിക്കും. അപ്പൊ വൃത്തിബോധം ഉണ്ടാക്കാൻ വേണ്ടി മേശപ്പുറത്ത് കൈ വെച്ചിട്ട് ആ കൈനഖത്തേല് റൂൾ തടി കൊണ്ട് ഇടിക്കുമായിരുന്നു. ആ റൂൾ തടി കൊണ്ടുള്ള ഇടി നല്ല വേദനയാണ്. പിന്നെ ഒരിക്കലും കുട്ടി കൈനഖം വെട്ടാതെ ക്ലാസ്സിൽ വരില്ല, കാരണം ഈ ഇടി കിട്ടുമെന്നറിയാം. അതുപോലെ ഇവർക്കും കൃത്യമായ ശിക്ഷ കൊടുക്കുക. റൂൾ തടി കൊണ്ടുള്ള ശിക്ഷയല്ല, ഇവർ ഒരിക്കലും മറക്കാത്ത ശിക്ഷ. അവരെ പിന്നെ ആ ജോലിയിലേക്ക് എടുക്കരുത്. അത് മാത്രവുമല്ല, അവർക്ക് മാതൃകാപരമായ ശിക്ഷ ഏത് തരത്തിലുള്ളത് കൊടുക്കാമോ അത്തരം ശിക്ഷ കൊടുക്കണം. ലോകത്ത് ഒരു സ്ഥലത്തും കുഞ്ഞുങ്ങളോട് ഇത്ര ക്രൂരമായ രീതിയിൽ ആ മാതൃത്വത്തിന്റെ, അതായത് 45 വയസ്സ് 49 വയസ്സ് ഈ തരത്തിൽ പ്രായമുള്ള സ്ത്രീകളാണ്. അതായത് അവർക്ക് പേരക്കുട്ടികൾ ഉണ്ടാകത്തക്ക രീതിയിൽ പ്രായമായ സ്ത്രീകള്, അങ്ങനെയുള്ള സ്ത്രീകള് ഇത്ര ക്രൂരമായി ഈ കുഞ്ഞിനോടല്ല, അവിടുത്തെ എല്ലാ കുഞ്ഞുങ്ങളോടും ഇതിനു മുമ്പുള്ള കുഞ്ഞുങ്ങളോടും ഒക്കെ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആയമാർ തന്നെ പുറത്തു വന്നിട്ടുള്ളത്. ചിലരെങ്കിലും കാണുമല്ലോ മനസാക്ഷി മരവിക്കാത്തവർ, അമ്മയുടെ ഹൃദയമുള്ളവർ, സ്വന്തം കുഞ്ഞുങ്ങളെ നന്നായി നോക്കുന്നവർ. അപ്പൊ അത്തരക്കാരിൽ നിന്നാകാം ഇത്തരം സത്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് അറിഞ്ഞു വരുന്നത്.